കാബൂളിലേക്ക്, അഫ്ഗാനിസ്ഥാനിലാണ് കാബൂളിലേക്ക് യുദ്ധത്തിന് പോയൊരു ചരിത്രം പറയുന്നുണ്ട്. ജഅഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിലുണ്ട് സുലത്ത് ഇബ്നു അശിയം റഹ്മത്തുള്ളാഹി അലൈഹി. കാബൂളിലേക്ക് യുദ്ധത്തിന് പോയതാണ്. മഹാനായ ജഅഫർ ഇബ്നു സയ്ദ് എന്നവരാണ് സംഭവം പറയുന്നത്. സുലത്ത് ഇബ്നു അശിയം എന്ന മഹാനവറുകളെ നേരിട്ട് പരിചയപ്പെടാൻ കിട്ടിയ സന്ദർഭം. ഈ മഹാന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? ആൾക്കാരുടെ മുമ്പിൽ അവരൊന്നും ചെയ്യൂല. അവർ ചെയ്യുന്ന അമലുകൾ രഹസ്യമായിരിക്കും. ഫർളുകൾ ചെയ്യും, ശരിയാണ്. സ്വകാര്യ സുന്നത്തുകളൊക്കെ മറച്ചേ ചെയ്യുള്ളൂ, ആരും കാണാൻ വേണ്ടി ചെയ്യില്ല. രാവ് തുടങ്ങുകയാണ്, പകൽ അവസാനിച്ചിരിക്കുന്നു. കാബൂളിൻ്റെ ഒരു വനാന്തരങ്ങളിൽ ഒരു മലയോര പ്രദേശത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. ഖുതൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമായിരുന്നു അത്. ഞങ്ങളുടെ കൂട്ടത്തിൽ സുലത്ത് ഇബ്നു അശിയം തങ്ങളാണുള്ളത്. മഹാനായ ജഅഫർ ഇബ്നു സയ്ദ് എന്നവർ പറയുന്നു, ഈ മഹാനെ ഒന്ന് പഠിക്കണം, ഈ മഹാന്റെ കൂടെയൊന്ന് കൂടണം, അവരുടെ ഇൽമ് എങ്ങനെയാണെന്നറിയണം എന്നാഗ്രഹിച്ച് ഞാൻ പിന്നാലെ കൂടി. ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ യുദ്ധമുണ്ട്, ജീവൻ മരണത്തിൻ്റെ പോരാട്ടം നടക്കുകയാണ് പിറ്റേ ദിവസം. അതുകൊണ്ട് എല്ലാവരും വിശ്രമത്തിലാണ് സൈന്യം. ഞാനിങ്ങനെ നോക്കി, സുലത്ത് തങ്ങൾ എന്താ ചെയ്യുന്നത്, സുലത്ത് ഇബ്നു അശിയം തങ്ങൾ എന്തു ചെയ്യുന്നു നോക്കുമ്പോൾ എല്ലാവരും കിടന്നു എന്ന് കണ്ടപ്പോൾ മെല്ലെ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാനും മെല്ലെ പോയി. എങ്ങോട്ടായി പോകുന്നത്? എല്ലാവരും കടന്നുറങ്ങിയപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നാലെ പാത്തും പതിഞ്ഞും ഞാൻ പിന്നാലെ നടന്നുപോയി. സുലത്ത് റളിയല്ലാഹു അൻഹു ഒരു പൊന്തക്കാടിൻ്റെ മറവിലേക്ക് ചെന്ന് വുളൂഇൻ്റെ വെള്ളം കയ്യിലുണ്ട്. വുളൂ എടുത്ത് മഹാൻ നിസ്കാരം തുടങ്ങി. യാ അല്ലാഹ്, തൻ്റെ കൂടെയുള്ള ആരും അറിയരുതേ എന്ന് കരുതി എല്ലാവരും ഉറങ്ങുന്നവരെ അവിടെ കിടന്നുറങ്ങുന്ന പോലെ നാട്യം കാണിച്ച് മഹാനവറുകൾ എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാത്രിയുടെ നിശബ്ദതയിൽ ഈ പറമ്പത്തൊക്കെ രാത്രി ഇങ്ങനെ വന്ന് ഒരു മുസല്ല വിരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പോവുക. ആരോടെ കാണാനൊന്നുമില്ല. നല്ല നിലാവെളിച്ചം, മനോഹരമായ ആകാശം, അള്ളാഹുവിൻ്റെ സൃഷ്ടിലോകങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉണർന്നിരുന്ന് നിസ്കരിക്കുക ഭയങ്കര ആനന്ദമുള്ളൊരു സംഗതിയായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പാതിരാക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വയറ് നിറച്ച് പോന്നാൽ കിട്ടുന്ന സന്തോഷം ഇതിലും വലുതല്ലേ? അല്ല, അതിലും വലുതായിരിക്കും ആത്മാവിന് കിട്ടുന്ന ഈ സന്തോഷം. നമ്മൾ ഭക്ഷണം വേണ്ടി ഉണ്ടായി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു ഇബാദത്ത് നടക്കട്ടെ, ഭയങ്കര രസമായിരിക്കും. ക്യാമ്പിന് പോകുന്നൊക്കെ പറഞ്ഞാൽ കള്ളും കുപ്പി പൊട്ടിച്ചിട്ടല്ലേ അധികം പോരാറുള്ളത്. പല ക്യാമ്പുകളും അങ്ങനെ കാണാറുള്ളത്. അങ്ങനെയല്ല, ഒരു ഇബാദത്തിൻ്റെ ക്യാമ്പിങ്ങും ചെയ്യാം. അങ്ങനെ നടക്കട്ടെ, ഒരു ഓൾട്ടർനേറ്റീവ് കിടക്കട്ടെ. മറ്റേത് കുറേ കാലമല്ലേ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ആവട്ടെ, നല്ലൊരു സംഘം എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്ത് നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഇതാ കുറച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് ദിക്റ് ചൊല്ലി ദുആ ചെയ്ത് ഇവിടുന്ന് പോരുന്നു. നല്ലൊരു ഔട്ടിങ് നടന്നോട്ടെ, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അല്ലാഹ് ഹലാലാക്കിയതാണ്. പാതിരാത്രിയിൽ സുലത്ത് ഇബ്നു അശിയം എന്നവർ ആകാശത്തേക്ക്, നിശബ്ദമായി നിൽക്കുന്ന ആകാശലോകങ്ങളിലേക്ക് കൽബ് കൊടുത്ത് മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിംഹം കടന്നു വന്നു. ജഅഫർ ഇബ്നു സയ്ദ് എന്നവർ പറയുന്നു, ഞാൻ അതിൻ്റെ വരവ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഉറപ്പായില്ല സിംഹമാണോ എന്ന് എനിക്കറിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക്, അതിൻ്റെ ശ്വാസം വിടുന്നതിൻ്റെ റോറിങ് ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി. ആ സിംഹം സുലത്ത് ഇബ്നു അശിയം എന്നവരുടെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ കണ്ടു, എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ചുപോയി. സുജൂദിൽ കിടക്കുമ്പോഴാണ് സിംഹം വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ മനുഷ്യനെ ഈ നേരം ആ സിംഹം കടിച്ച് പറിച്ച് തിന്നുമല്ലോ. പേടിച്ചിരുന്നു. ആ സിംഹം ഒന്നും ചെയ്തില്ല. മഹാനവറുകൾ സലാം വീട്ടിയപ്പോ സുലത്ത് ഇബ്നു അശിയം എന്നവരെ സിംഹത്തോട് നോക്കി പറയുന്നത് ഞാൻ കേട്ടു. എന്നെ കണ്ടിട്ടില്ല. സുലത്ത് ഇബ്നു അശിയം എന്നവരെ സിംഹത്തോട് പറയുകയാണ്, അയ്യുഹസ്സബ്, അല്ലയോ ഹിംസ്രജന്തുവേ, നിന്റെ ഭക്ഷണം ഇവിടെയല്ല, വേറെ എവിടെങ്കിലും പോയിക്കോ, നിന്റെ റിസ്ക് ഇവിടെ ഇല്ല എന്ന് ആ ജന്തുവിനോട്, ജീവിയോട് മഹാനായ സുലത്ത് എന്നവർ പറയുമ്പോൾ പോലും എനിക്കറിഞ്ഞില്ല ഒരു ജീവിയോട് ഇത് പറഞ്ഞാൽ അതിന് മനസ്സിലാകുമോ. പക്ഷേ എല്ലാറ്റിൻ്റെയും ഖജനാവ്, എല്ലാറ്റിൻ്റെയും റിഖാബ്, എല്ലാറ്റിൻ്റെയും പെരടി അള്ളാഹുവിൻ്റെ കയ്യിലാണ്.
എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നേരമായിരുന്നു അത്. സലാം വീട്ടിയിട്ട്, സിംഹമേ നിന്റെ ഭക്ഷണം വേറെ എവിടെയെങ്കിലും കിട്ടും, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നതിനോട് പറഞ്ഞു. നായകളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സായിപ്പന്മാർ അല്ലേ, മലയാളം പറയും നായ വളർത്തുന്ന ആൾക്കാർ. ജീവികളോട് പെറ്റ്സിനോട് അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കും. ആ ജീവികൾ എങ്ങനെ ഇതൊക്കെ ഈ ഡോൾഫിൻസിൻ്റെ കളി കണ്ടിട്ടില്ലേ? പിന്നെ ഡോൾഫിനേറിയത്തിലൊക്കെ ഒരുപാട് പല രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. ഡോൾഫിൻ എങ്ങനെയാണ് ഇതിന് മനസ്സിലാവുന്നത് പടച്ചോനെ? അതിനോട് ബോൾ എടുക്കാൻ വേണ്ടി പറയും, വാലുകൊണ്ട് ആട്ടാൻ വേണ്ടി പറയും, കാണികൾക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടി പറയും, എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി. ഇതൊക്കെ ഈ ജന്തു ചെയ്യുന്നില്ലേ? 2, 3, 4 എണ്ണം ഒരുമിച്ച് ചെയ്യും. അത്ഭുതമാണ്. ഡോൾഫിനേറിയ ദുബൈയിലൊന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ പോകാൻ. സിംഗപ്പൂരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, സന്തോഷ. ഇപ്പോൾ ഇതൊക്കെ വലിയ പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയി. എങ്ങനെയാണ് ഈ ജീവി, അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന മറ്റു പല ജീവികൾ, മനുഷ്യൻ പറയുന്നത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ ആ ജന്തുവിന് മനസ്സിലാവുന്നുണ്ടെന്നതിൻ്റെ എൻ്റെ അർത്ഥം. ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ വിചാരിക്കും, റബ്ബേ, നമ്മളെ മുമ്പിലുള്ള മദ്രസ കുടിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് തിരിയണില്ല, നമ്മളെ മുണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ചാടിക്കളിക്കാൻ. ഈ ജന്തുക്കൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എന്ത് തർബിയത്താണ് കൊടുക്കുന്നത്? യാ അല്ലാഹ്, അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. വലിയൊരു അത്ഭുതമല്ലേ? സിംഹം അവിടെ നിന്ന് ഗർജിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും സുബഹി ആവാറായിട്ടുണ്ട്. സുലൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് വന്ന് മെല്ലെ എല്ലാവരും കിടക്കുന്ന പോലെ കിടന്നു. ഞാനും മൂപ്പരറിയാതെ മെല്ലെ വന്ന് ഞാനും കിടന്നു. എൻ്റെ ഖൽബ് പിടക്കുകയാണ്. ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയുന്നു, മഹാനായ സുലൈഖ് ഇബ്നു ശീം എന്നവർ ഉറങ്ങിയ പോലെ കിടന്നു. സുബഹി നേരമായി. എല്ലാവരും ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരിക്കുന്നതും ഞാൻ കണ്ടു. തൻ്റെ കൂടെയുള്ള ആളുകൾ ധരിച്ചേക്കണ്ട ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. നോക്കണം, അവിടെ ഉറങ്ങിയെന്ന് കാണിക്കുകയാണ്. ഇതാണ് ഇബാദത്ത്. യാ അല്ലാഹ്, ഇങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഇബാദത്ത്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ ക്ലോക്ക് അടക്കം സെൽഫി എടുത്തിട്ട് വിടുക. ഞാൻ ഇപ്പോൾ മുസല്ലി വിരിച്ചിരിക്കാടോ എന്താ വിചാരിച്ചത്? ഇവൻ ചിലപ്പോൾ നാളെ ഉച്ചക്കാരൻ നോക്കുന്നുണ്ടാവുക. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വിട്ടതാണ്. അതൊന്നും ചെയ്യണ്ട, അവനാൻ ചെയ്യണത് പഠിച്ചൊന്നിനെ അറിഞ്ഞാൽ മതി. ഉക്തുബൂ ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെച്ചേക്കിൻ. റാബിഅ ബീവി പറയുമായിരുന്നു, റാബിഅത്തുൽ അദവിയ്യ ബീവി, നിങ്ങൾ ചെയ്യുന്ന തെറ്റാർക്കും കാണിച്ചു കൊടുക്കണില്ലല്ലോ, എന്നാൽ പിന്നെ ചെയ്യുന്ന നന്മകളും മറച്ചു വെച്ചേക്കിൻ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അമലു സിറിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലുതാണ്. അതിൽ ഇഖ്ലാസ് കൂടുതലുണ്ടാകും. ആരും അറിയണ്ട, ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആരും അറിയണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. സുലൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ സിംഹം അവിടെ നിന്ന് ഗർജിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ഇരുന്ന മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് മഹാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യമായി ചെയ്ത അമല് ആ മഹാനുഭാവന്റെ കാലശേഷമാണ് ലോകമറിയുന്നത്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല